താഴ്ത്തി വെക്കുക, കരങ്ങളെ തട്ടി. ഞാൻ ഇപ്രകാരം പഠിപ്പിക്കാറുണ്ട്. ദൈവം തരുന്ന ഒരു ദൂതാണ് നമുക്ക് ആവശ്യം. രണ്ടു തരം വചനങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ലോഗോസ്, റേമ. എന്താണ് ലോഗോസ്? എഴുതപ്പെട്ട വചനം. റേമ എന്താണ്? അരുളപ്പാട്. ലോകത്ത് 220 കോടി ക്രിസ്ത്യാനികളുണ്ട്. ഈ 220 കോടിയിൽ ബഹുഭൂരിപക്ഷവും ലോഗോസ് കൊണ്ട് തൃപ്തിപ്പെടുന്നവരാണ്. അതിലും ബഹുഭൂരിപക്ഷം ഇതിനെപ്പറ്റി ഇത് തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരുമുണ്ട്. കാരണം അവർ പഠിപ്പിക്കുന്ന എന്താണ്? നടത്തിപ്പുകാർ പഠിപ്പിക്കുന്ന കാര്യം എന്താണ്? നിങ്ങൾ വചനം വായിക്കേണ്ട, നടത്തിപ്പുകാർ വചനം വായിക്കും. കാര്യം അവർക്കറിയാം, വചനം വായിച്ചാൽ സത്യം ജനം അറിയും. അതുകൊണ്ട് ബൈബിൾ വായിക്കരുത്. പണ്ട് കൽപ്പനയായിട്ട് കൊടുത്തിരുന്നു, വിശ്വാസികൾ ആരും ബൈബിൾ വായിക്കരുത്. മനസ്സിലായോ? അത്രമാത്രം പൈശാചിക വഞ്ചനയായി. എന്നാൽ ഇന്ന് കാര്യങ്ങൾ അല്പം കൂടെ സുതാര്യമായി, അല്പം കൂടെ ഡെവലപ്പായിട്ടുണ്ട്. വിശ്വാസികളും ബൈബിൾ വായിക്കാൻ തുടങ്ങി. പക്ഷേ അതും കൊണ്ടും കാര്യമില്ല. അതെന്താണ്? എഴുതപ്പെട്ട വചനമാണ്, ലോഗോസ്. അതിനകത്ത് എനിക്കും നിനക്കുമുള്ള അരുളപ്പാടുണ്ട്. അത് സ്വീകരിക്കണമെങ്കിൽ ഒരു അഭിഷക്തന്റെ ആവശ്യകത ഉണ്ട്. അഭിഷക്തൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആലോചന സഭയിൽ ചെന്ന് നിനക്കുള്ള ദൂത് എടുത്തു തരാൻ കഴിവുള്ള ഒരു വിശ്വാസ മനുഷ്യന്റെ ആവശ്യകത അവിടെ ഉണ്ട്. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾക്കും അത് കണ്ടെത്താൻ കഴിയും കേട്ടോ. ഇവിടെ ഒരാളെ പ്രത്യേക ഒരു സമൂഹത്തെ പുതിയ നിയമസഭയിൽ ആക്കി വെച്ചിട്ടില്ല. പണ്ട് കാലത്ത് ആരുണ്ടായിരുന്നു? ലേവ്യർ എന്നൊരു കൂട്ടം ഉണ്ടായിരുന്നു, ഒരു ഗോത്രം തന്നെ ഉണ്ടായിരുന്നു. എന്തിനാണ്? ഇങ്ങനെയുള്ള വചനം കൊടുക്കുവാനും ശുശ്രൂഷകൾ ചെയ്യാനും ലേവ്യ ഗോത്രം ഉണ്ടായി. എന്നാൽ പുതിയ നിയമപ്രകാരം ഞാനും നീയും ആരാണ്? രാജകീയ പുരോഹിത വർഗമാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, രാജകീയ പുരോഹിത വർഗമാണ്. ഹല്ലേലൂയ. ആ സഹോദരി ആദ്യമായിട്ട് ഒരു കഴിഞ്ഞ ആഴ്ച വന്നാളല്ലേ അല്ലേ? രണ്ടുപേരും കഴിഞ്ഞ ആഴ്ച വന്നു. ഓക്കെ ഓക്കെ ഓക്കെ. പുതിയ നിയമപ്രകാരം നമ്മൾ ആരാണ്? രാജകീയ പുരോഹിത വർഗമാണ്. ഒരാമയും പറഞ്ഞാട്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കർത്താവേ എന്താണ് എനിക്കുള്ള ദൂത്? ആൾക്കാർ പറയാറുണ്ട്, ഇങ്ങനെ കർത്താവേ എനിക്കുള്ള ദൂത് തരണേ. ബൈബിൾ തിരിഞ്ഞു നോക്കാത്ത കക്ഷിയാ. യൂദ കെട്ടി തൂങ്ങിച്ചത്തു, നീയും അങ്ങനെ തന്നെ ചെയ്യുക. നോക്കണേ. അപ്പോൾ തട്ടിപ്പ് മാർഗമല്ല. അപ്പൊ അതിന്റെ പരിപാടി എന്താ? വചനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. വചനം കൊണ്ട് ജീവിക്കണം. ദൈവത്തെ പറ്റിച്ച് അത് നടക്കുന്ന കാര്യമല്ല. അപ്പം നമുക്ക് ആവശ്യമുള്ള റേമ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് ചോദിച്ച് വാങ്ങണം. ആലയത്തിൽ വരുമ്പോൾ ഒരു പ്രാർത്ഥന വേണം. കർത്താവേ, ഇന്ന് എന്നോട് സംസാരിക്കണം. എൻ്റെ ആവശ്യങ്ങൾ നീ അറിയുന്നു. എല്ലാവരോടും പറയാൻ നീ കഴിവില്ല. എന്നാൽ എന്നെ നന്നായി അറിയുന്നവനെ എന്നോട് സംസാരിക്കണമേ. എന്നെ നന്നായി അറിയുന്നവനെ എന്നോട് സംസാരിക്കണമേ. എന്റെ റേമ എനിക്ക് ആവശ്യമുണ്ട്. എനിക്ക് വേണ്ടത് ലോഗോസ് അല്ല, അരുളപ്പാട്, അരുളപ്പാട്, അരുളപ്പാട്. എന്നെ വ്യത്യസ്തനാക്കുന്ന അരുളപ്പാട്. ഞാൻ പറഞ്ഞത് അങ്ങനെ നിങ്ങളുടെ പാസ്റ്റർ ദൈവത്തിന്റെ ആലോചന സഭയിൽ ചെല്ലാറുണ്ട്. എന്താണ് ഞാൻ കൊടുക്കേണ്ടത്? എല്ലാ സമയത്തും ദൈവം സംസാരിക്കണം നിർബന്ധമൊന്നുമില്ല. ദൈവാത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ട് ഇരിക്കത്തില്ല. പക്ഷേ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ വചനം വായിക്കുമ്പോൾ ആ ദൈവത്തിന്റെ അരുളപ്പാട് ഇങ്ങോട്ട് വരുമ്പോൾ വല്ലാതെ കരഞ്ഞു പോകാറുണ്ട്. അസാധാരണമായ കാര്യം. അത് എല്ലായ്പ്പോഴും ലഭിക്കണം നിർബന്ധവുമില്ല. അത്രമാത്രം സമർപ്പണവും അത്രമാത്രം കാഴ്ചപ്പാടും പ്രാർത്ഥനയും ഉള്ളപ്പോഴാണ് ആ ദൂത് കറക്റ്റായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ തന്നെ ഈ കാര്യത്തിൽ ഒരു ഫ്രീഡം കർത്താവ് തന്നിട്ടുണ്ട്. എന്താണ് ആ ഫ്രീഡം? യേശുവിനെ കുറിച്ച് സംസാരിക്കുന്നതിന് പ്രത്യേക ആലോചന ചോദിക്കേണ്ട ആവശ്യമില്ല. ഒരാമേൻ പറഞ്ഞാട്ടെ.
യേശുവിനെ കുറിച്ച്, പിതാവായ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് പ്രത്യേക ആലോചന ചോദിക്കേണ്ട ആവശ്യമില്ല. ആ ആലോചന നേരത്തെ നൽകിയിരിക്കുകയാണ്. ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. എൻ്റെ ആത്മാവ് നിങ്ങളോട് യേശുവിനെ ഓർമ്മപ്പെടുത്തി സംസാരിക്കുമെന്ന് വ്യക്തമായി വചനം പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ യേശുവിനെ കുറിച്ച് സംസാരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, യേശു ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും അവങ്കിലേക്ക് ആകർഷിക്കും. യേശുവിനെ ഉയർത്തണം, എന്നാൽ മാത്രമേ പാമ്പിന്റെ കടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. മോശ മരുഭൂമിയിൽ പിച്ചുള്ള സർപ്പത്തെ ഉയർത്തിയതുപോലെ. കഴിഞ്ഞ ദിവസം ഞാൻ വചനം വായിച്ചപ്പോഴത്തേക്ക് ഒരു മർമ്മം ദൈവം മോശയോട് പറഞ്ഞു യേശുവിനെ കുറിച്ച്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് പറഞ്ഞത്. ഞാൻ നിന്നെ പോലെ ഒരു പ്രവാചകനെ ഇവിടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. ആ ജനം അവന്റെ വാക്ക് കേൾക്കണം. കേൾക്കാത്തവനെ ഞാൻ നശിപ്പിക്കും. ദൈവം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മോശയോട് യേശുവിനെ കുറിച്ച് പറഞ്ഞ വാക്കാണ്. ഒരാമൻ പറഞ്ഞാട്ടെ. നോക്കുക, യേശുവിന്റെ വചനം നാം എന്ത് ചെയ്യണം? കേൾക്കണം. കേൾക്കാത്തവനോട് ദൈവം ക്രൂരമായി ഇടപെടുമെന്ന് വ്യക്തമായി അടുത്ത ആഴ്ച പ്രസംഗിക്കാൻ പോകുന്ന വിഷയമായതുകൊണ്ട് ഞാൻ ഇവിടെ തൊടുന്നില്ല. വാക്യത്തിന്റെ നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. നിങ്ങൾ പോയി കണ്ടുപിടിക്കണം കേട്ടോ. യേശു പറയാൻ എനിക്ക് തോന്നുന്നു ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു ആ വാക്യം. ആവർത്തന പുസ്തകം 18-ാം അധ്യായം. ഞാൻ വ്യക്തമായിട്ട് ഇപ്പോൾ ആ വിഷയം പ്രസംഗിക്കാൻ വന്നതല്ല, ഞാൻ പറയുകയാണ്. നോക്കുക, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മോശയോട് ദൈവം പറയുകയാണ്, നിന്നെ പോലെ ഒരു പ്രവാചകനെ ഞാൻ ഈ യഹൂദ ജനത്തിന്റെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. എഴുന്നേൽപ്പിച്ചോ? അതെ, യേശു. അവന്റെ വാക്ക് നിങ്ങൾ കേൾക്കണം. കേട്ടില്ലെങ്കിൽ ദൈവം അതിക്രൂരമായി ഇടപെടും. അതിന്റെ യഥാർത്ഥ എക്സാക്ട് വാക്ക് ഞാൻ പറയും, നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. അവിടെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അത്രമാത്രം പ്രാധാന്യമുള്ള വേടാണ്. ആരുടെ വേട്? നോക്കുക, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ മോശയോട് പറയുകയാണ്. നോക്കുക, ഇതെല്ലാം നമ്മൾ ആയിരക്കണക്കിന് വർഷം മുമ്പുള്ള കാര്യങ്ങള് അത് യേശുവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞത് അതെല്ലാം ഒരുമിച്ചൊന്ന് വായിച്ചറിയത്തക്ക നിലവാരങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? വചനം. എത്ര വലിയ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്! ഈ വചനം എത്ര ജീവനുള്ള വചനമാണ്! ഒരമേൻ പറഞ്ഞാട്ടെ. അവിടെ ഇവിടെയും നടന്ന കാര്യങ്ങൾ ഒരു ബന്ധവുമില്ലാതെ പറയുന്ന പുസ്തകമാണോ ഈ വേദപുസ്തകം? 40-ലധികം എഴുത്തുകാർ 1500 വർഷം കൊണ്ട് എഴുതിയതാണ് അല്ലേ? നമുക്ക് 300 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ആൾ എന്ത് പറഞ്ഞു നമുക്ക് കേൾക്കാൻ വല്ല കഴിവുണ്ടോ? ഇന്നാണെങ്കിൽ പിന്നെയും സംവിധാനമുണ്ട്, ഇന്ന് നെറ്റുണ്ട്, ഇന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃപയാൽ ഞാൻ പറയട്ടെ, കർത്താവിന്റെ വരവ് വരെയും കേൾക്കും. അങ്ങനെ സംവിധാനങ്ങൾ ഡെവലപ്പായി. ഒരു അമ്മയും പറഞ്ഞാട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, നമ്മുടെ ഒരു യോഹന്നാനൊരു പാസ്റ്റർ ഒരാൾ പ്രസംഗിക്കും. അയാൾ യാക്കോബ സമുദായത്തിലുള്ള ആളാണ്. അയാൾ മരിച്ചിട്ട് ഇപ്പം 3-4 6-7 ഒരു വർഷമെങ്കിലും ആയി കാണും. ഇപ്പോഴും പുള്ളി TV-ല്. അതൊരു സംവിധാനമല്ലേ? പക്ഷെ ഇങ്ങനൊരു സംവിധാനം ഒന്നും വന്നില്ല അന്നത്തെ കാലത്ത്. ഇല്ല. അങ്ങനെയുള്ള കാലത്താണ് 1500 വർഷം കൊണ്ട് 40-ലധികം എഴുത്തുകാർ ഈ വേദപുസ്തകം എഴുതിയത്. പക്ഷേ ഇത് വായിക്കുമ്പോൾ ഒരാൾ എഴുതിയതുപോലെ തോന്നുന്നു. 40 പേരല്ല, ഒരാൾ. അല്ലെങ്കിൽ ഒരാള് 40 പേരെ ഇരുത്തി എഴുതിയതുപോലെ തോന്നുന്നു. കാര്യം എന്താണ്? ആ വചനത്തിന്റെ പ്രത്യേകത. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇത് എഴുതിയത് മനുഷ്യരല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിശ്വസിക്കുന്നവർ കരം ചേർത്തടി ശക്തിയോടെ സ്തുതിക്കട്ടെ. ഒരു കാര്യം ചോദിച്ചോട്ടെ മക്കളെ, പല മതഗ്രന്ഥങ്ങൾ നാം കാണുന്നുണ്ടല്ലോ, കേൾക്കുന്നുണ്ടല്ലോ. അവിടെ പറയുന്ന വില കുറഞ്ഞ കാര്യങ്ങളാണോ ഇതിനകത്ത് പറയുന്നത്? പെണ്ണ് കിട്ടാൻ വേണ്ടി അടിയുണ്ടാക്കിയത് ഇതിനകത്ത് പറയുന്നുണ്ടോ? പെണ്ണിനെ കിട്ടാൻ വേണ്ടി അടിയുണ്ടാക്കിയത് ആരും പറയുന്നുണ്ട് ഇതിനകത്ത്? പണം കിട്ടാൻ വേണ്ടി യുദ്ധം ചെയ്തത്
പറയുന്നുണ്ടോ? ഇല്ല. അതിനകത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ നിസ്സാരപ്പെട്ട കാര്യങ്ങളല്ല. പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ ഞാൻ പറഞ്ഞത്, പുതിയ നിയമത്തിലെ കാര്യം ഞാൻ പറയുന്നത്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ. യേശു ചായ കുടിക്കാൻ പോയി, ബിസ്ക്കറ്റ് കഴിക്കാൻ പോയി എന്ന് പറയുന്നുണ്ടോ? എന്താ യേശുവിന് ബിസ്ക്കറ്റ് വേണ്ടേ? യേശു ചായ കുടിക്കണ്ടേ? ചായയും കുടിച്ച് ബിസ്ക്കറ്റ് കഴിച്ചു യേശു. അന്നത്തെ കാലത്ത് അപ്പമായിരിക്കാം, ആയിക്കോട്ടെ. ഇതൊക്കെ പക്ഷെ ഇങ്ങനൊന്നും പറയുന്ന വചനമല്ലിത്. വിലപ്പെട്ട അല്പസമയം കൊണ്ട് വിലപ്പെട്ട കാര്യങ്ങൾ കൈമാറ്റം ചെയ്യണം. അതുകൊണ്ട് വിലയുള്ള കാര്യങ്ങൾ മാത്രം പറയുന്ന ഒരു പുസ്തകമാണ് വേദപുസ്തകം. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് കരം തട്ടി സ്തുതിക്കട്ടെ. ഇതൊക്കെ ആഴമേറിയ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ യേശുവിനെ കുറിച്ചാണ് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. വായിക്കാം. യോഹന്നാന്റെ സുവിശേഷമാണ് ഞാൻ ആധാരമായി എടുത്തിരിക്കുന്നത്, അവലംബമായി എടുത്തിരിക്കുന്നത്. സുവിശേഷങ്ങളിൽ റാണിയാണ് എന്ത്? യോഹന്നാന്റെ സുവിശേഷം. എന്തുകൊണ്ട് അത് റാണിയായി? യേശുവിനെ ഉയർത്തി സംസാരിക്കുന്നത് കൊണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഉയർത്തി സംസാരിക്കുന്നത് കൊണ്ട് അതെന്തായി മാറി? റാണിയായി മാറി. അതിന്റെ ആ റാണി 2-ാം അധ്യായം 9-10 വാക്യങ്ങൾ. അത് എവിടെ നിന്നെന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചി നോക്കിയാറെ മണവാളനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്നവനോട് പറഞ്ഞു. പ്രിയമക്കളെ, യേശുവിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് അവസാനം വരെ നല്ല വീഞ്ഞ് നൽകുന്ന കർത്താവ്. തട്ടിപ്പ് യേശുവിനില്ല. ഇവിടെ വായിച്ച കാര്യം എന്താണ്? എല്ലാവരും ആദ്യം എന്ത് ചെയ്യും? നല്ല വീഞ്ഞ് കൊടുക്കും. ലഹരി പിടിച്ചു കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ അടിമപ്പെട്ട് കഴിയുമ്പോൾ, അവിടുത്തെ രജിസ്റ്ററിൽ കയറി കഴിയുമ്പോൾ, പദവി കിട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും? എളുപ്പമായ തട്ടിപ്പ് കൊടുക്കും. അതാണ് ആട്ടിൻ്റെ തോൽ ധരിച്ച ചെന്നായി. ആദ്യമൊക്കെ എന്താണ്? ആട്. പക്ഷെ അല്പം കഴിഞ്ഞപ്പോഴാണ് തോലിളകി വീണു. അപ്പോഴാണ് എന്താ? ചെന്നായി. ചതിവായിരുന്നല്ലോ, വഞ്ചനയായിരുന്നല്ലോ. ഇത് യേശുവിനില്ല. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, യേശുവിനെ അനുഗമിച്ചാൽ നീ ഒരു കാലത്തും ചതിക്കപ്പെടുകയാണ്. നിന്റെ അവസാന നിമിഷം വരെ വിലയുള്ള വീഞ്ഞ് നൽകി, വിലയുള്ള സന്തോഷം നൽകി, വിലയുള്ള സമാധാനം നൽകി, വിലയുള്ള സൗഖ്യം നൽകി, വിലയുള്ള ഉയർപ്പ് നൽകി നിന്നെ മാനിക്കുവാൻ ഈ ദൈവം ശക്തനത്രേ, ശക്തനത്രേ. വിശ്വസിക്കുന്നവർ കരം ചേർത്തടിച്ച് ഭക്തിയോടെ സ്തുതിക്കട്ടെ. അവിടെ നോക്കുക, കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളം ആരാ വീഞ്ഞാക്കിയത്? യേശുവാണ്. പക്ഷേ അവിടുത്തെ വീഞ്ഞു പ്രമാണി അല്ലെങ്കിൽ വിരുന്നുവാഴി ഇത് അറിയുന്നില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ നിഷ്കളങ്കമായ ഒരു അഭിപ്രായം ആര് പ്രകടിപ്പിക്കത്തില്ല? വിരുന്നുവാഴി പറഞ്ഞേനെ, വെള്ളം ഇത് കൊള്ളാം, നോക്കട്ടെ, എന്താ പരിപാടി, ഞാൻ പഠിക്കട്ടെ എന്നൊക്കെ ആര് പറഞ്ഞേനെ? വിരുന്നുവാഴി. പക്ഷെ യേശു വന്നതും വെള്ളം കോരി നിറച്ചതും പച്ചവെള്ളം വീഞ്ഞായ കാര്യമൊന്നും ആരറിയുന്നില്ല? വിരുന്നുവാഴി. അവൻ രുചിച്ചപ്പോൾ മനസ്സിലാക്കിയ കാര്യം എന്താണ്? നല്ല വീഞ്ഞ്, നല്ല വീഞ്ഞ്. ഇതെവിടെ വെച്ചിരുന്നു? മുമ്പേ കുടിച്ചതിനേക്കാൾ അല്പം കൂടെ നല്ലത്, നല്ലത്, നല്ലത്. ഓരോ ദിവസവും നല്ലത്. ഓ ഭാവി നല്ലത്. ഓ തലമുറ നല്ലത്. ശുശ്രൂഷ നല്ലത്, നല്ലത്. കാര്യം എന്താണ്? ഇത് യേശുവിന്റെ പ്രവൃത്തിയാണ്. ആലയത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നിന്റെ ഗ്രാഫ് ഉയരങ്ങളിലേക്ക്. ഇതൊന്നും ആരറിഞ്ഞില്ല? വിരുന്നുവാഴി. അവൻ പറഞ്ഞു, ഇത് നല്ല വീഞ്ഞാണ്. മണവാള, ഇത്രയും നല്ല വീഞ്ഞ് ഇതുവരെയും നീ സൂക്ഷിച്ചു വെച്ചുവോ? മണവാളന് സംസാരിപ്പാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ, അവിടെ മണവാളന്റെ വേർഷൻ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരിക്കും മണവാളൻ പറയുന്നത്? അയ്യോ, ഞാനല്ല, എന്നേക്കാൾ വലിയൊരു മണവാളൻ ഈ വീട്ടിനകത്തിരിപ്പുണ്ട്.
ഈ വീട് ഒരു ദുഃഖ വീടായി മാറേണ്ട വീടാണ്, നിന്ന വീടായി മാറേണ്ട വീടാണ്. എന്നാൽ ഒരു നല്ല മണവാൾ ഇതിനകത്ത് വന്നു. അവന് കഴിയാത്ത കാര്യമില്ല. അവൻ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി, വിലയുള്ളതാക്കി, ആവശ്യം പോലെ വീഞ്ഞവൻ നൽകി. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നന്നായി പോകുന്നത് എന്നവൻ പറയുമായിരുന്നു. പ്രിയമുള്ളവരെ, ഈ നല്ല വാർത്ത ദൂത് ഏറ്റെടുത്താട്ടെ. നീ സേവിക്കുന്ന കർത്താവ് നിന്റെ അവസാന നാൾ വരെ നല്ല വീഞ്ഞ്, നല്ല സന്തോഷം, നല്ല സമാധാനം, നല്ല ദീർഘായുസ് നിനക്ക് തരും. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്ക. നീ തളരുകയില്ല, നീ നിന്ദിക്കപ്പെടുകയില്ല, ലജ്ജിക്കപ്പെടുകയില്ല. നിന്നെ മാനിക്കുന്ന ഒരു ദൈവം നിന്റെ കൂടെയുണ്ട്. മനുഷ്യൻ തള്ളിക്കളയും, ലോകം തള്ളിക്കളയും, വീഞ്ഞ് പോരാതെ വരും, പ്രയാസങ്ങൾ വരും, നിന്ദകൾ വരും. എന്നാൽ അവിടെ എല്ലാം നിന്നെ താങ്ങി നടത്തുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ വീഞ്ഞ് നിന്നെ പുഷ്ടിപ്പെടുത്തും, പരാജയങ്ങളെ വിജയമാക്കി മാറ്റും, നഷ്ടങ്ങളെ ലാഭമാക്കി മാറ്റും, ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റും. വിശ്വസിക്കാമെങ്കിൽ ഒന്ന് കരം. വിശ്വസിക്കുന്നവർക്കായി മുമ്പോട്ട് പോകാം. യേശുവാര് യോഹന്നാൻ 3:31. യോഹന്നാൻ 3:31. മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവൻ, ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികനാകുന്നു. മതി. യേശു പറഞ്ഞു, ഞാൻ ആരാണ്? മേലിൽ നിന്ന് വന്നവനാണ്. എനിക്ക് എപ്പോഴും സന്തോഷം തോന്നുന്നൊരു കാര്യമുണ്ട്. യേശുവിൻ്റെ അതിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച്, യേശുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച്, അവൻ ആരാണെന്ന് യേശുവിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഇന്നുള്ള പല ദൈവങ്ങളും ദേവന്മാരും അവരാരാണെന്ന് അവർക്ക് ബോധ്യമില്ല. ജനങ്ങൾ എന്ത് ചെയ്യാണ്? പൊക്കി പൊക്കി കൊണ്ടുപോവുകയാണ്. ദൈവം അവരാരായിട്ട് മാറി? മനുഷ്യൻ ഉണ്ടാക്കിയ ദൈവങ്ങളായിട്ട് മാറി. അവർക്ക് പോലും അവരെ അറിയത്തില്ല, അവരെന്താണെന്ന് അവർക്ക് അറിയത്തില്ല. പിന്നെ ഈ തള്ളിക്കൊണ്ട് പോകുമ്പോൾ ആ തള്ളൽ അങ്ങനെ പോവുകയാണ്. യേശു അങ്ങനെയല്ല. യേശുവിന് വ്യക്തമായി അറിയാമായിരുന്നു അവൻ എവിടെ നിന്ന് വന്നതാണ്, അവൻ്റെ അപ്പൻ ആരാണ്, അവൻ്റെ ശുശ്രൂഷ എന്താണ്, അവൻ്റെ പേര് എന്താണ്, എന്താണ് അവൻ ശിഷ്യന്മാരിൽ ചെയ്യുന്നത്, എന്താണ് ചെയ്യാൻ പോകുന്നത്, എവിടെയാണ് അവൻ്റെ അവസാനം. അവസാനമില്ലാത്ത ദൈവം. കരങ്ങളെ ചേർത്തടിച്ച് യേശുവിനെ നന്നായിട്ടറിയാം. നാം സേവിക്കുന്നത് അവനെ അറിയുന്ന, നമ്മെ അറിയുന്ന ഒരു സത്യ ദൈവത്തെയാണ്. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ച്. അവ്യക്തതകളല്ല, കൺഫ്യൂഷൻ അല്ല, എക്സാക്റ്റ് സത്യം. വാക്യം പറയുന്നു, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ വായിച്ച കാര്യം കേട്ടോ, മേൽ നിന്ന് വന്നവൻ എല്ലാവർക്കും മീതെയുള്ളവൻ. പ്രിയമക്കളെ, ഒരു കാര്യം ഓർക്കുക, നമ്മുടെ ആഗ്രഹം ഉയർച്ചയാണ്. പാതാള ദൈവങ്ങളെ പറ്റി വായിക്കുന്നുണ്ട്. പാതാള ദൈവങ്ങൾ അവരെവിടാണ്? പാതാളത്തിലാണ്. നമ്മുടെ കാലിൻ്റെ കീഴിലാണ് പാതാളം. ആണോ? സ്വർഗം, ഭൂമി, പാതാളം അല്ലേ? നമുക്ക് ആവശ്യം ഉയർച്ചയാണ്. ഒരു പാതാള ദൈവത്തിന് ഉയർത്താൻ കഴിയുമോ? ഇവിടെ വായിച്ച കാര്യം എന്താണ്? ദൈവം മേലിൽ നിന്നുള്ളവനാണ്, എല്ലാവർക്കും മീതെയാണ്. അതാണ് യേശു. അതിന്റെ അർത്ഥം എന്താണ്? മീതെയുള്ളവൻ മീതെ ഉയർത്തുവാൻ കഴിവുള്ളവനാണ്, വാനോളം ഉയർത്തുവാൻ കഴിവുള്ളവനാണ്. അവനെയാണ് നാം യഥാർത്ഥമായി സേവിക്കേണ്ടത്. പാതാള ദൈവത്തെയല്ല, ഭൂമി ദൈവത്തെയല്ല, സ്വർഗത്തിൽ സിംഹാസനമുള്ള സ്വർഗസ്ഥനായ മഹാദൈവത്തെ വിശ്വസിക്കുന്നവർ ഒന്ന് കരം ചേർത്തടിച്ച്. പാതാളത്തിൽ കടന്നുകൊണ്ട് ഒരു ദൈവം പറയുക, ഞാൻ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാം. ആരെങ്കിലും വിശ്വസിക്കൂ? സത്യം പറഞ്ഞു ചോദിക്കേ, പുള്ളി എവിടെ കിടക്കുക? എടാ ദൈവമേ, ആദ്യം നീ ഒന്ന് സ്വർഗത്തിൽ പോ, എന്നിട്ട് ഞങ്ങള്. സത്യമല്ലേ പറയുന്നത്? നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്.
സ്വർഗത്തിലിരുന്നു കൊണ്ട് അവൻ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കുകയാണ്. അല്പം കഴിയുമ്പോൾ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ സ്വർഗസ്ഥനായ, സ്വർഗത്തിൽ സിംഹാസനസ്ഥനായ ദൈവമത്രേ. മനുഷ്യൻ എത്രയോ നിസ്സാരനായി പോകുന്നു പലപ്പോഴും, അല്ലേ? പാതാള ദൈവം പറയുന്നത് കേട്ടോണ്ടിരിക്കുക. എവിടെ പോവാനാ? സ്വർഗത്തിൽ പോവാൻ ഇരിക്കുക. ഇപ്പൊ വരും സ്വർഗം. ദൈവം എവിടെ ഇരിക്കുക? ദൈവമേ, ആദ്യം നീ ഒന്ന് സ്വർഗത്തിൽ പോ, എന്നിട്ട് ഞങ്ങളെ വിളിക്കുക. ഞാൻ പറഞ്ഞത്, ഇല്ലാത്ത കാര്യം പറഞ്ഞു വഞ്ചിക്കുന്ന ഒരു ദൈവമല്ല യേശു. രാമൻ പറഞ്ഞാട്ടെ, ഉള്ളത്, അനുഭവത്തിലുള്ളത് അനുഭവിക്കുന്നത്, അവന്റെ നന്മയിൽ ഒന്ന് നിനക്കും തരാം. അവൻ അസാധാരണമായത് നിന്നെയും അസാധാരണമാക്കി മാറ്റും. അവൻ അത്ഭുത മന്ത്രി, നിന്നെയും അത്ഭുതമാക്കി മാറ്റും. വിശ്വസിക്കുന്നവർ ഒന്ന് കരം ചേർത്തടിച്ച് ഭക്തിയോടെ സ്തുതിക്കട്ടെ. കൈപ്പണിയായി പണിയുന്ന സ്വർഗത്തിലെ ദൈവം, കൈപ്പണിയായി പണിയുന്ന യേശു കർത്താവ് പണിയുന്ന ഒരു ഭവനമുണ്ട്, ഒരു സൗധമുണ്ട്. അവിടെ നിന്നെയും ചേർക്കുവാൻ അവൻ വീണ്ടും വരുമെന്നാണ് അവൻ പറഞ്ഞത്. അവൻ പറഞ്ഞതുപോലെ ചെയ്യും. ഇതുവരെ അവൻ ചെയ്തുവെങ്കിൽ ഇനിയും അവൻ പറഞ്ഞതുപോലെ ചെയ്യും. വിശ്വസിക്കുന്നവർ ഒന്ന് കരം ചേർത്തടിച്ച് ശക്തിയോട് 4:42 വാക്യം. യോഹന്നാൻ 4:42. ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോകരക്ഷിതാവെന്നറിയുകയും ചെയ്തിരിക്കുന്ന സ്ത്രീയോട് പറഞ്ഞു. മതി, അവൻ ആരാണ്? സാക്ഷാൽ ലോക രക്ഷിതാവ്. ലോകത്തെ രക്ഷിക്കുവാൻ സാക്ഷാൽ കൃപയുള്ളവൻ, സാക്ഷാൽ ശക്തിയുള്ളവൻ യേശു. മറ്റാർക്കും രക്ഷിപ്പാൻ കഴിവില്ല. എന്നെ കേൾക്കുന്ന സഹോദരി, ചില കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഒരു മതത്തെയും താഴ്ത്തിക്കെട്ടുകയല്ല, സത്യങ്ങൾ ഞാൻ വിളിച്ചു പറയുകയാണ്. ഒരു മതവും താഴ്ത്തിക്കെട്ടാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായ അർഹപ്പെട്ട ആദരവ് കൊടുത്തുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ സത്യം എപ്പോഴും സത്യമാണ്. അതിനെ നമ്മൾ വില കുറച്ച് കാണരുത്. ഒരാമയം പറഞ്ഞാട്ട്, സത്യം യേശുവാണ്. നോക്കുക, ശമരിയാക്കാർ പറയാണ്, ശമരിയ സ്ത്രീയെ, ഇനി നീ പറയണ്ട, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു, യേശു ലോക രക്ഷിതാവ്. യേശു ലോക രക്ഷിതാവ്. രക്ഷപ്പെടാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ മറ്റൊരു മാർഗമില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല. Only one way, that is the way of Jesus. Hallelujah. മുമ്പോട്ട് പോകാം. 5-ാം അധ്യായം 36-ാമത്തെ വാക്യം. എനിക്കോ യോഹന്നാന്റെ സാക്ഷ്യത്തിലും വലിയ സാക്ഷ്യമുണ്ട്. മതി, നോക്കുക, യേശു പറയാണ്, എനിക്ക് യോഹന്നാനേക്കാൾ വലിയ സാക്ഷ്യമുണ്ട്. സാക്ഷ്യം എന്ന വാക്കിന് റെഫറൻസ് ആണ്. യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് റെഫറൻസ് ആണ്. ഈ റെഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ പരിചയപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തെ പരിചയപ്പെടുത്തുന്ന കാര്യമാണ് റെഫറൻസ്. അതാണ് ആ അർത്ഥം. എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ പറയുകയാണ്, ഞാൻ DYSP ആണ്, ഞാൻ സർവീസുള്ള ആളാണ്, ഞാൻ ഡോക്ടറാണ് എന്നൊക്കെ ഞാൻ പറയുമ്പോൾ അത് ലോകപ്രകാരമുള്ള റെഫറൻസ് ആണ്. അതിന് വല്ല വിലയുണ്ടോ? അതിന് ഇവിടെ മാത്രമേ വിലയുള്ളൂ. സ്വർഗത്തിൽ പോയാലൊന്നും വിലയില്ല. സ്വർഗത്തിൽ ആർക്കാണ് വിലയുള്ളത്? ദൈവത്തിൽ വിശ്വാസമുള്ളവനാണ് സ്വർഗത്തിൽ വിലയുള്ളത്. ഡോക്ടർ ആയതുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറഞ്ഞാൽ കയറ്റുമോ? ആ ഡോക്ടറാ, വിമാനത്തിൽ കയറ്റും. വിമാനത്തിൽ നമുക്ക് ടിക്കറ്റ് എടുക്കുമ്പോഴത്തേക്ക് ഡോക്ടർ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് ഒരു പ്രാധാന്യം, ടിക്കറ്റ് ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും. കാര്യം ഒരു യാത്രയിൽ ഡോക്ടർ ഉള്ളത് നല്ലതാണ്. ഒരു ഗർഭിണി പ്രസവിക്കുന്നു, അല്ലെങ്കിൽ ഒരാൾക്ക് പെട്ടെന്ന് നെഞ്ചുവേദന വരുന്നു, നോക്കാനൊക്കെ ഒരു ഡോക്ടർ. പക്ഷേ സ്വർഗത്തിൽ വന്ന് പറയുകയാണ്, ഞാൻ ഡോക്ടറാകട്ടോ എന്നൊക്കെ എന്ന് പറഞ്ഞാൽ നോ. ചോദിക്കും, വിശ്വാസമുണ്ടോ? ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച ആളാണോ? കർത്താവിനെ രക്ഷിതാവും കർത്താവിനെ സ്വീകരിച്ച ആളാണോ? ഇല്ലെങ്കിൽ ഡോക്ടറെ കൊണ്ട് എവിടോട്ട് വയ്ക്കോ? പാതാളത്തിലേക്ക് പോയിക്കോ. അപ്പോൾ സ്വർഗത്തിൽ അംഗീകരിക്കുന്ന കാര്യങ്ങളാണ് എനിക്കും നിനക്കും വേണ്ടത്. നോക്കുക, ഇവിടെ വായിച്ച കാര്യം എന്താണ്? റെഫറൻസ്. ഞാൻ പറയാം, ആ റെഫറൻസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയാണ്.
ഒരു സഭയെക്കുറിച്ച് റെഫറൻസ് ഉണ്ട്. എന്താണ്? ലോകപ്രകാരം 500 സഭയുള്ള ഒരു സഭയാണ്. 500 സഭയുണ്ട്. 67 വർഷം പഴക്കമുള്ള സഭയാണ്. അമേരിക്കയിൽ ആരംഭിച്ച സഭയാണ്. ഇതൊക്കെ ലോകപ്രകാരമുള്ള റെഫറൻസുകളാണ്. ഇത് കണ്ടിട്ടാണ് ആൾക്കാർ ചെല്ലുന്നത്. ഇവിടെ 500 സഭയുള്ള സഭയാണ് കേട്ടോ. അവിടെ പോയാൽ 500 സഭ പോയിട്ട് ഒരു സഭയുടെ ആനുകൂല്യം പോലും വിശ്വാസികൾ കിട്ടത്തില്ല. അത് വേറെ കാര്യം. പേരും പെരുമയിലും അല്ല കാര്യം. എന്താ യഥാർത്ഥ റെഫറൻസ്? എന്താണ് സഭയെക്കുറിച്ച് പറയേണ്ടത്? വിടുതൽ ഉള്ള സ്ഥലം, സൗഖ്യം ഉള്ള സ്ഥലം, പൈശാചിക തേർവാഴ്ച ഇല്ലാത്ത സ്ഥലം, ജനം വിടുതൽ പ്രാപിക്കുന്ന സ്ഥലം, ഉയർപ്പിന്റെ ശക്തി വ്യാപരിക്കുന്ന സ്ഥലം, വിശ്വാസത്തിന്റെ അന്തരീക്ഷമുള്ള യേശുവിന്റെ പ്രവൃത്തിയുള്ള സ്ഥലം. ഇതാണ് യഥാർത്ഥ റെഫറൻസ്. അതാ യേശു പറഞ്ഞത്, ലോകപ്രകാരമുള്ള സാക്ഷ്യമല്ല എനിക്കുള്ളത്, എല്ലാരേക്കാളും വലിയ സാക്ഷ്യം എനിക്കുണ്ട്. ജീവിപ്പിക്കുന്ന ദൈവം, രക്ഷിക്കുന്ന ദൈവം, സമാധാന പ്രഭു, അത്ഭുത മന്ത്രി, എവിടെയും പ്രവൃത്തിയുള്ളവൻ, ഏതു മനുഷ്യനെയും രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ളവൻ, ഏത് കെട്ടും അഴിക്കുവാൻ കഴിവുള്ളവൻ, ഏത് മരിച്ചവനെയും ഉയർപ്പിക്കുവാൻ കഴിവുള്ളവൻ, ഭാവി പ്രത്യാശകൾ നിറയ്ക്കുവാൻ കഴിവുള്ള, നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നൽകി അനുഗ്രഹിക്കാൻ കഴിവുള്ള ദൈവം. അതാണ് യേശു പറഞ്ഞത്, എനിക്ക് എല്ലാവരേക്കാളും വലിയ സാക്ഷ്യമുണ്ട്, റെഫറൻസ് ഉണ്ട്. പ്രിയമക്കളെ, ഇത്രയും നല്ലൊരു കർത്താവിനെ കിട്ടിയതിൽ എത്രമാത്രം നാം ഭാഗ്യമുള്ളവർ. ലോകത്ത് 1000 കോടിയോളം ജനമുണ്ട്. ഇതിൽ മിക്കതും ഊമവിഗ്രഹങ്ങളെ സേവിച്ച് ചതിക്കപ്പെട്ടും വഞ്ചിക്കപ്പെട്ടും കഴിയുകയാണ്. അവരെ അറിയാത്ത, അവർക്ക് അറിയാത്ത ദൈവം, നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്. നമ്മൾ അവനെ അറിയുന്നു. നമുക്ക് വേണ്ടി ജീവിക്കുന്ന കർത്താവ്, നമ്മളെ ഉയർത്തുന്ന, നമ്മെ മാനിക്കുന്ന, അത്ഭുത വിഷയമാക്കാൻ ഏത് വഴിയും സ്വീകരിക്കുന്ന, ഉയർത്തുവാൻ, മാനിക്കുവാൻ തത്രപ്പെടുന്ന, താല്പര്യപ്പെടുന്ന, അശ്രാന്തം പരിശ്രമിക്കുന്ന, ബന്ധപ്പെടുന്ന ഒരു നല്ല ദൈവത്തെ സേവിപ്പാൻ ഭാഗ്യം ലഭിച്ചവരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ, ഭാഗ്യവതികൾ. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ച് വ്യക്തിയോട്. നമുക്ക് ബൈബിളിലൊരു ഒരു ഉപമ പറയുന്നുണ്ട്. ഒരു വീട്ടിൽ ഒരാൾ ചെന്ന് മുട്ടി വിളിച്ചു രാത്രിയിൽ. ആ വ്യക്തിയുടെ ഒരു സ്നേഹിതൻ അയാളുടെ വീട്ടിൽ വന്നു. അയാൾക്ക് കൊടുക്കാൻ എന്തില്ല? ആഹാരം ഇല്ല. മുട്ടി വിളിച്ചു. വന്നത് കൂട്ടുകാരൻ്റെ അടുക്കലാണ്. പക്ഷേ സമയം അർദ്ധരാത്രിയാണ്. മാത്രമല്ല അയാൾക്ക് ഭാര്യയും പിള്ളേരും ഒക്കെ ഉള്ള കുടുംബമാണ്. അവരെല്ലാം കൂടെ ഉറങ്ങുകയാണ്. പക്ഷേ ഇയാള് വന്നു. കാര്യം എന്താണ്? ഇയാളുടെ അകത്ത് ഒരു നല്ല പ്രാഗൽഭ്യമുണ്ട്. എന്താണ്? എനിക്ക് വേണ്ടി എൻ്റെ സ്നേഹിതൻ ഉണരും. ഒരാമയും പറഞ്ഞാണ്. ഇതാണ് നമ്മുടെ പ്രാഗൽഭ്യം. ഏത് അർദ്ധരാത്രിക്കും എനിക്ക് വേണ്ടി എൻ്റെ സ്നേഹിതൻ. ഇതാണ് അവന്റെ പ്രാഗൽഭ്യം. ആ സമയമാണ്. ഒരു അടച്ചിട്ട വീടാണ്. വീട്ടിനകത്ത് ഭാര്യയും മക്കളും എല്ലാം കിടന്ന് ഉറങ്ങുകയാണ്. എന്നിട്ടും അവൻ മുട്ടുകയാണ്. അകത്തുനിന്ന് ശബ്ദം കേട്ടു, എടാ കുഞ്ഞുങ്ങൾ കിടന്ന് ഉറങ്ങുന്നടാ, പോടാ. അങ്ങനെ ആയിരിക്കും പറഞ്ഞ സ്നേഹിതനാകുമ്പോ അങ്ങനെ പറഞ്ഞല്ലേ അല്ലേ? അങ്ങനെ പറയുന്ന പോടാ, കുഞ്ഞുങ്ങൾ കിടന്ന് ഉറങ്ങുന്നടാ, രാത്രിയാടാ. പക്ഷേ അവൻ മുട്ട് അവസാനിപ്പിക്കുന്നില്ല. കീപ് ഓൺ നോക്കിംഗ്. എന്താ കാര്യം? അതൊന്നുമല്ല, ആ വീട്ടിനകത്ത് അപ്പമുണ്ടെന്ന് ഇവൻ അറിയാം. ഒരാമൻ പറഞ്ഞാട്ടെ. അവിടെ ഭാര്യ മക്കളും മാത്രമല്ല, സ്നേഹിതൻ മാത്രമല്ല, ആ വീട്ടിനകത്ത് അപ്പം ഇരിപ്പുണ്ട്. ഞാൻ സ്നേഹിക്കുന്ന എന്റെ സ്നേഹിതൻ മകോ സമ്പന്നൻ ഏത് അർദ്ധരാത്രിക്കും എന്നെ നിറയ്ക്കുവാൻ കഴിവുള്ള ഒരു സ്നേഹിതനെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. വല്ലതും മനസ്സിലായോ?
ആ സ്നേഹിതനെ കുറിച്ച് നല്ലൊരു അറിവ് എന്തുണ്ട്? എൻ്റെ വീട്ടിലെ ഫ്രിഡ്ജിലിരിക്കുന്ന കാര്യം അറിയണമെങ്കിൽ അത്രമാത്രം അടുപ്പമുണ്ടായിരിക്കണം അല്ലേ? നിങ്ങൾക്ക് എൻ്റെ വീട്ടിലെ ഫ്രിഡ്ജ് എന്തോ ഇരിക്കുന്നത് അറിയാനൊക്കൂ? ഇല്ല. എൻ്റെ വീട്ടിൽ വന്ന് ഫ്രിഡ്ജ് തുറക്കാൻ അധികാരമുള്ളവർക്ക് മാത്രമേ എന്തോ ഉള്ളൂ, അതിനകത്ത് ഐസ്ക്രീം ഉണ്ടോ, അതിനകത്ത് ഫ്രൂട്ട്സ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ കഴിയൂ. അപ്പോൾ അത്രമാത്രം അടുത്ത ബന്ധം എൻ്റെ ഭാര്യയ്ക്ക് അറിയാം. എൻ്റെ വീട്ടിലെ ഫ്രിഡ്ജിനകത്ത് എന്തോ ഇരിപ്പുണ്ട്, ഐസ്ക്രീം ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചു, ഐസ്ക്രീം ഉണ്ടോ? ഇല്ല. അതെന്താ മേടിച്ചോണ്ട് വരാഞ്ഞ്? ചോദിക്കാൻ പോയ കാര്യം എന്നറിയാമോ? ലിസ്റ്റ് ഇടാറുണ്ടല്ലോ, അതിനകത്ത് എന്താ ഐസ്ക്രീം കൂടെ ഉൾപ്പെടുത്താഞ്ഞ്? ഭർത്താവിന് ഇഷ്ടമുള്ളതല്ലേ ഐസ്ക്രീം, എന്താ ഉൾപ്പെടുത്താഞ്ഞ്? അതിന് ഉത്തരവില്ല. ഞാൻ പറഞ്ഞത്, അടുത്ത ഇടപെടുന്നവർക്ക് മാത്രമേ എന്തുള്ളൂ, വീട്ടിനകത്ത് എന്തുണ്ട് എന്ന് അറിവുള്ളൂ. അപ്പോൾ ഈ സ്നേഹിതൻ അറിയാം, ഈ സ്നേഹിതനെ കുറിച്ച് അവൻ സമ്പന്നനാണ്, എപ്പോഴും അപ്പം കരുതുന്നവനാണ്. ഏത് അർദ്ധരാത്രിക്കും എനിക്കൊരാവശ്യം വന്നാൽ, പ്രയാസങ്ങളുടെ നടുവിലും അല്പം കൂടെ മുട്ടുമെങ്കിൽ, അല്പം കൂടെ മുട്ടുമെങ്കിൽ, അല്പം കൂടെ മുട്ടുമെങ്കിൽ, അല്പം കൂടെ മുട്ടുമെങ്കിൽ, എന്തോ ചെയ്യണം? അല്പം കൂടെ. അവിടെയാണ് നിന്റെ പ്രാഗൽഭ്യം തെളിയിക്കുന്നത്. പ്രാഗൽഭ്യം പോരാ, തെളിയിക്കണം. അവൻ പറഞ്ഞു, അകത്ത് കുഞ്ഞുങ്ങൾ കിടക്കുന്നു, ഭാര്യ കിടക്കുന്നു, രാത്രി അസമയമാണ്, ഇതൊന്നും കേൾക്കാൻ ആരും തയ്യാറല്ല. പല കാര്യങ്ങളുണ്ട്. ഒന്ന്, അവൻ്റെ സ്നേഹിതൻ മനസ്സലിവുള്ളവനാണെന്ന് ആ സ്നേഹിതൻ അറിയാം. അല്പം കൂടെ മുട്ടിയാൽ അവന് മനസ്സലിയും. അവൻ സമ്പന്നനാണ്. ഈ കഥകൾ തുറക്കപ്പെടുന്ന കഥകളാണ്. ഈ സ്നേഹിതൻ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, യാചിപ്പീൻ എന്നാൽ കിട്ടും, അന്വേഷിപ്പീൻ കണ്ടെത്തും, മുട്ടുവീൻ തുറക്കപ്പെടും. ഈ സ്നേഹിതൻ അവൻ ആവശ്യം വന്നപ്പോൾ എന്ത് ചെയ്തു? അവൻ യാചിച്ചു. ആരോട്? അത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന കഴിഞ്ഞ് അന്വേഷിച്ചു, എവിടെ കിട്ടും? അപ്പോഴാണ് അവൻ്റെ സ്നേഹിതനെ കുറിച്ച് ഓർമ്മ വന്നത്. ആദ്യം യാചിച്ചു, പിന്നെന്ത് ചെയ്തു? അന്വേഷിച്ചു. അപ്പോൾ മനസ്സിലായി, ഇന്നടത്ത് എൻ്റെ സ്നേഹിതനുണ്ട്, അവൻ്റെ വീട്ടിൽ അപ്പമുണ്ട്. ഏത് അർദ്ധരാത്രിക്കും അപ്പമുണ്ട്. പക്ഷേ അവിടെ ഒരു കഥ കൊണ്ട് അതിൽ മുട്ടി വിളിക്കണം. മുട്ടി ആ കഥ തുറക്കപ്പെട്ടു. ഒന്ന് കരങ്ങളെ, യാചിപ്പീൻ, അന്വേഷിപ്പീൻ, മുട്ടുവീൻ. യാചിപ്പീൻ, അന്വേഷിപ്പീൻ, മുട്ടുവീൻ. യാചിപ്പീൻ, അന്വേഷിപ്പീൻ, മുട്ടുവീൻ. കരങ്ങളെ ചേർത്തടിച്ച്. വലിയ റെഫറൻസ് ഉള്ള കർത്താവ്. ഹല്ലേലൂയ. 6-ാം അധ്യായം അതിന്റെ 63, 68, 69 വാക്യങ്ങൾ. ശീമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നിത്യജീവന്റെ വചനങ്ങൾ പക്കലുള്ള ദൈവം. ഒരാമയും പറഞ്ഞാട്ടെ. കടം വാങ്ങാൻ പോകണ്ട, അവന്റെ പക്കൽ എന്തുണ്ട്? നിത്യജീവന്റെ വചനങ്ങളുണ്ട്. പ്രിയമക്കളെ, ഇന്ന് പകൽക്കാലവും ഈ വചനങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ ഇത് പുറത്തുണ്ടാക്കുന്നതിനേക്കാൾ അകത്ത് വലിയ രൂപാന്തരങ്ങൾ വരുത്തുകയാണ്. ഇന്നുള്ളതിനേക്കാൾ നാളെ വലിയ രൂപാന്തരങ്ങൾ വരുത്തുകയാണ്. നിന്നെ ഇത് പണിയുകയാണ്. വിശ്വസിക്കാമെങ്കിൽ ഒന്ന് കരം ചേർത്തടിക്ക്. ഈ വചനങ്ങൾ വെറുതെ കറങ്ങിപ്പോകുന്നതല്ല, ബിസ്ക്കറ്റും ചായയും കഴിച്ച് കറങ്ങി നടക്കുന്നതല്ല. ഇത് പുറപ്പെടുന്നത് നിനക്ക് വേണ്ടി മാത്രമായിട്ടാണ്. ഇതിനൊരു പ്രവൃത്തിയുണ്ട്, അത് തികച്ചേ അത് അതാണ് നിത്യജീവന്റെ മൊഴികൾ. നിത്യജീവന്റെ നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്. നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോയി? ഞാൻ എപ്പോഴും പറയാറുണ്ട്, സത്യസഭ വിട്ടുപോകുന്നവൻ ലോകത്തെ ഏറ്റവും വലിയ നിർഭാഗ്യവാനാണ്. പിന്നൊരു ഉയർച്ച അവനില്ല. കുറെ തട്ടിമുട്ടിയൊക്കെ പോകാമെന്നല്ലാതെ പിന്നെ ഒരു ഉയർച്ചയുമില്ല. പ്രിയമക്കളെ, ഓൺലൈനിൽ കാണുന്നവരെ, ഈ സത്യദൈവത്തെ ഉപേക്ഷിക്കല്ലേ. ഇതൊരു ഭാഗ്യമാണ്, ഇതൊരു നന്മയാണ്. വിട്ടുകളഞ്ഞാൽ നിന്റെ കാര്യം അധോഗതി. ഞാൻ പറയാറുണ്ട്, ചില ആൾക്കാർ പറയും, കൊറോണ വരുത്തിയ ദൈവം, അതുകൊണ്ട് അങ്ങ് അവിടെ യുദ്ധം, ആയിരക്കണക്കിന് പേര് മരിക്കുന്നു,
ഉക്രൈനിൽ യുദ്ധം. ഇതാണോ ദൈവം? ഇതാണോ ദൈവം? മക്കളെ, ഞാൻ ചോദിക്കട്ടെ, ഈ ദൈവമായിട്ട് നിനക്ക് വല്ല ബന്ധമുണ്ടോ? കുറ്റം പറയാനല്ലാതെ വല്ല ബന്ധമുണ്ടോ? നീ പ്രാർത്ഥിക്കുന്നുണ്ടോ? ദൈവത്തെ വിളിക്കാറുണ്ടോ? എടാ, ദൈവത്തെ വിളിക്കാത്തവൻ അവിടെ ഇവിടെയൊക്കെ ചത്തു വീഴുന്നു. അതുകൊണ്ട് ദൈവത്തെ കുറ്റം പറയാൻ നടക്കുമോ? നിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ് ഈ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ? ദൈവം നിനക്ക് നന്മ ചെയ്യണമെങ്കിൽ നീ എന്ത് ദൈവത്തിന് ചെയ്യുന്നു? നീ പ്രാർത്ഥിക്കുന്നുണ്ടോ? നീ ആരാധിക്കുന്നുണ്ടോ? നീ സത്യസഭയുടെ ഭാഗമാണോ? നീ വചനം വായിക്കുന്നുണ്ടോ? നീ ഭാവിവൃത്തിയായി നിറയുന്നുണ്ടോ? നിന്റെ കാഴ്ചപ്പാട് എന്താണ്? നിന്റെ നിയോഗം എന്താണ്? നിനക്ക് വിശ്വാസമുണ്ടോ? നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്. പ്രിയമക്കളെ, ഇങ്ങനെയുള്ള ആൾക്കാർ ആരും നിങ്ങളെ എന്ത് ചെയ്യരുത്, തളർത്തിക്കളയരുത്. നിങ്ങൾ പോകുമ്പോൾ പറയും, ഓ എന്തൊരു ദൈവമാ, അതാണ്ട് അപ്പുറത്ത് കണ്ട, അതാണ്ട് ഒത്തിരി കത്തിച്ചു വന്നു. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമോ? അവസാന നിമിഷം രക്ഷിക്കത്തില്ലേ? രണ്ടുപേർക്കും ദൈവമില്ല. ആർക്ക് ദൈവമില്ല? കത്തിച്ചവനും ദൈവമില്ല, കത്തപ്പെട്ടവൾക്കും. പൈശാചിക തേർവാഴ്ചയിലാണ്. ആരെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് വന്ന് രക്ഷിക്കാൻ പോയാൽ അവനും കൂടെ എന്ത് ചെയ്യും? കത്തിപ്പോവും. അല്ലാതെ അത് പൈശാചിക തേർവാഴ്ചയാണ്. ദൈവമായിട്ട് ബന്ധപ്പെട്ടാൽ ഒരു നാളും ദൈവം തള്ളിക്കളയത്. പ്രത്യേകിച്ച് സത്യദൈവവുമായി ബന്ധപ്പെടുന്നെങ്കിൽ ഒരു കാലത്തും നിത്യജീവന്റെ മൊഴികൾ അവന്റെ കയ്യിലുണ്ട്. ഓ, അവനെ വിട്ട് പോകുന്നത് നിർഭാഗ്യാവസ്ഥയാണ്. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ച് ഭക്തിയോടെ സ്തുതിക്കട്ടെ. അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും നിങ്ങളെ വെറുതെ തെറ്റിക്കരുത്. നോക്ക്, അവിടെ ഇവിടെ ഉണ്ടോ? നമ്മൾ ചിന്തിക്കുക ശരിയാണല്ലോ. അയാൾ കത്തിപ്പെട്ട് അവിടെ ഇവിടെ കൊറോണ വന്ന് ആയിരക്കണക്കിന് ചത്തു. ദൈവം ഉണ്ടായിരുന്നു നടക്കൂ. യുദ്ധം നടക്കുന്നു. 1,00,000 പേര് അവിടെ ചത്തു. പാവപ്പെട്ട ആൾക്കാരാണ് മരിച്ചത്. കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ രക്ഷപ്പെട്ട് പാവപ്പെട്ടവർ മരിക്കുന്നു. ഉക്രൈനിൽ യുദ്ധം, അവിടെയും പാവപ്പെട്ടവരാ മരിക്കുന്നു. നിഷ്കളങ്കരായ പരമാർത്ഥികൾ ആൾക്കാരെ കൊല്ലുന്ന ദൈവം. ഈ ദൈവമാണോ? ഇതൊന്നും നമ്മുടെ വിരുദ് തെറ്റിക്കരുത്. നീ പറയേണ്ട കാര്യം എന്താണ്? ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. അടുത്തു വന്നാൽ അടുത്തു വരുന്ന ദൈവം, മാനിച്ചാൽ മാനിക്കുന്ന ദൈവം, അറിഞ്ഞാൽ നാമത്തെ അറിഞ്ഞാൽ ഉയർത്തുന്ന ദൈവം, നാമാവിശേഷമായതിനെ പ്രശംസാ വിഷയമാക്കുന്ന ദൈവം, അലങ്കോലമായി പോയതിനെ അലങ്കാരമാക്കുന്ന, കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിക്കുന്ന ദൈവം. ഈ ദൈവം എന്റെ ദൈവം. അതിന്റെ 7-ാം അധ്യായം 46-ാമത്തെ വാക്യം. 7-ാം അധ്യായം 46-ാമത്തെ വാക്യം. ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന്. യേശു ആരാണ്? ആരും ഒരു നാളും സംസാരിക്കാത്തതുപോലെ സംസാരിക്കുന്ന ദൈവം. അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കണം. യഹൂദന്മാര് ചേവകരെ വിട്ടു. ആരെ പിടിക്കാൻ? യേശുവിനെ. ചേവകർ എന്ന് പറഞ്ഞാൽ ഓഫീസേഴ്സ്. ഈ പടജനത്തിന് നടുവിൽ എന്തൊക്കെ ഉണ്ട്? ഓഫീസേഴ്സും ഉണ്ട്, സാധാരണ പട്ടാളക്കാരും ഉണ്ടല്ലേ. ആൾക്കാർ പറയാറുണ്ട് കാലിപ്പീസി നോ ബ്രെയിൻ. ബ്രെയിൻ ആർക്കാണ്? ഓഫീസർക്കാണ് അല്ലേ. ഓഫീസർ ഉണ്ടെങ്കിലേ പോലീസുകാരൻ എന്തുള്ളൂ? പ്രവൃത്തി ഉള്ളൂ. പോലീസുകാരൻ ഓഫീസർ പറയുന്നത് കേട്ട് പ്രവർത്തിപ്പാനുള്ള ആളാണ് പോലീസുകാരൻ അല്ലേ. ഓഫീസർ പറയുന്നത് അടിക്കാൻ പറഞ്ഞാൽ അവൻ അടിക്കുന്നു അല്ലേ. അപ്പോൾ ഈ ചേവകരെന്ന് പറഞ്ഞാൽ സ്വന്തമായി തീരുമാനമെടുപ്പാൻ കഴിവുള്ളവരാണ്. ആര്? ചേവകർ, ഓഫീസേഴ്സ്. അവരെ അയച്ചു. പട ആൾക്കാർ, പടജനങ്ങൾ പോയി കഴിഞ്ഞാൽ അവരെ പോയി തിരിച്ചു വരും. അതുകൊണ്ട് എന്ത് ചെയ്തു? സമയത്ത് തീരുമാനമെടുത്ത് അറസ്റ്റ് ചെയ്യാനൊക്കെ കഴിവുള്ള ആരെ അയച്ചു? ഓഫീസേഴ്സിനെ, ചേവകരെ അയച്ചു. അവര് പോയി വണ്ടർ അടിച്ചു പോയി. കാര്യം എന്താണ്? അപ്പോഴാണ് യേശു ദേവാലയത്തിൽ നിന്നുകൊണ്ട് പറയുന്നു, ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാളിൽ പറയുന്നു, ദാഹിക്കുന്നവൻ വരട്ടെ. ധൈര്യത്തോടെ ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാളിൽ യേശു ഇരുന്നു കൊണ്ടല്ല, ഞരങ്ങിക്കൊണ്ടല്ല, ഒളിച്ചിരുന്നല്ല, നിന്നുകൊണ്ട് നെഞ്ചു വിരുന്നു, ദാഹിക്കുന്നവൻ വരട്ടെ. വിശ്വാസിക്കുന്നവന്റെ ഉള്ളിൽ തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവൻ നദികൾ ഒഴുകും. പിടിക്കാൻ പോയവൻ കണ്ണു തള്ളിപ്പോയി.
ആ വചനങ്ങൾ, യേശുവിൻ്റെ വചനങ്ങൾ അവരെ അമ്പരപ്പിച്ചു, ശക്തിയില്ലാത്തവരാക്കി, നിർജീവന്മാരാക്കി. അവർ മടങ്ങി വന്നു. എവിടെ? തിരിച്ച് ആരയച്ചോ അവിടെ വന്നു. അവർ ചോദിച്ചു, എന്താ അവനെ കൊണ്ടുവന്നില്ലേ യേശുവിനെ? അവർ പറയുകയാണ്, no man ever spoke like this man. ഈ മനുഷ്യൻ സംസാരിച്ചതുപോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഒരാൾ പറയാണ്, എനിക്ക് 50 വയസ്സുണ്ട്, എനിക്ക് 60 വയസ്സുണ്ട്. ഒരാൾ പറയാണ്, എനിക്ക് 48 വയസ്സുണ്ട്. എൻ്റെ ആയുസ്സിൽ ഇതുപോലുള്ള വചനം ഞാൻ കേട്ടിട്ടില്ല, ഇതുപോലെ ആരും സംസാരിച്ചിട്ടില്ല. അത് കേട്ടപ്പോൾ ഞങ്ങളുടെ അകത്ത് ഒരു ജീവൻ വ്യാപരിച്ചു. ഞങ്ങളുടെ അകത്ത് ഉള്ളം കത്താൻ തുടങ്ങി. പിന്നെ എങ്ങനെ അവനെ പിടിക്കും? ഇന്ന് പകൽക്കാലം യേശു സംസാരിക്കുമ്പോൾ നിന്റെ ഉള്ളം കത്തുകയാണ്. ഇതുപോലെ ആരും എന്നോട് സംസാരിച്ചിട്ടില്ല. ആരും സംസാരിക്കാത്തതുപോലെ സംസാരിക്കുന്നവൻ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന സംസാരം, ജീവിതങ്ങളെ കെട്ടഴിക്കുന്ന സംസാരം. ഒന്ന് കരങ്ങളെ ചേർത്ത് ദുഃഖമൊടിക്കുന്ന സംസാരം, ഒട്ടിവെപ്പിക്കുന്ന സംസാരം, മാനിക്കുന്ന സംസാരം, ശാപം മുറിക്കുന്ന സംസാരം. ഇതത്ര യേശുവിന്റെ സംസാരം. പറഞ്ഞിട്ട് നിർത്തട്ടെ. 8:58 വാക്യം. ബാക്കി കാര്യം അടുത്തായി സംസാരിക്കാം. യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാനുണ്ട് എന്ന് പറഞ്ഞു. അബ്രഹാം ജനിക്കും മുമ്പേ ഉള്ളവൻ. അവർ പറഞ്ഞു, നിനക്ക് 50 വയസ്സായിട്ടില്ല, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ? യേശു പറയാണ്, അബ്രഹാം എൻ്റെ ദിവസം കാണും, അവൻ കണ്ടിരിക്കുന്നു. എൻ്റെ അർത്ഥം എന്താണ്? പറുദീസയിലിരിക്കുന്ന അബ്രഹാം എന്ത് കാണുകയാണ്? യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ കാണുകയാണ്. ഈ ഭാഷയൊന്നും ആർക്കും മനസ്സിലാകുന്നില്ല, പരീശന്മാർക്കും സദൂക്യന്മാർക്കും. അവർ ചോദിക്കുന്നു, നിനക്ക് 50 വയസ്സായിട്ടില്ല, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ? മറുപടി, അബ്രഹാം ജനിക്കും മുമ്പേ ഞാനുണ്ട്. അവിടെ പറയുന്നു, അവർക്ക് ഭ്രാന്തായി പോയി. സത്യമല്ലേ? സത്യമല്ലേ? സൃഷ്ടിപ്പിലുള്ള വചനമാകുന്ന യേശു, സൃഷ്ടിപ്പ് മുതൽ പിതാവിനൊപ്പമുള്ള യേശു പറയാണ്, അബ്രഹാമൊക്കെ എത്ര കഴിഞ്ഞാ ജനിച്ച്? ഞാൻ അബ്രഹാമിന് മുമ്പേ ഉള്ളവനാണ്. ഞാൻ അനാദിയായും ശാശ്വതമായും ദൈവമാണ്. യുഗങ്ങൾക്ക് മുമ്പേ ഉള്ള ദൈവം, സകലത്തെയും സൃഷ്ടിച്ച ദൈവം. ഞാൻ സുവിശേഷം പങ്കുവെക്കുമ്പോൾ ഇപ്രകാരം ചോദിക്കാറുണ്ട്. ചോദിക്കുന്നത് വലിയ വിദ്യാഭ്യാസമുള്ളവരോടാണ്. ഞാൻ ചോദിക്കും, 1000 വർഷം പഴക്കമുള്ള ഐതിഹ്യത്തിന് 6000 വർഷം പഴക്കമുള്ള മനുഷ്യനെ എങ്ങനെ രക്ഷിക്കാൻ കഴിയും? IPSകാരനും വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരും ഡോക്ടർമാരും എല്ലാം ഹോമവിഗ്രഹങ്ങളെ സേവിക്കുകയാണ്, ഐതിഹ്യത്തെ സേവിക്കുകയാണ്. ചോദ്യം ഇതാണ്, 1000 വർഷം പഴക്കമുള്ള മതത്തിന് 6000 വർഷം, കുറഞ്ഞത് 6000 വർഷം പഴക്കമുള്ള മനുഷ്യനെ എങ്ങനെ രക്ഷിക്കാൻ? ദൈവത്തിൻ്റെ ചുരുങ്ങിയ യോഗ്യത എന്താണ്? അവൻ മനുഷ്യർക്ക് മുമ്പേ ഉള്ളവനായിരിക്കണം. ഒരമ്മയും പറഞ്ഞോടെ, ശരിയാണോ ഞാൻ പറയുന്നത്? ഞാൻ മതത്തെ കുറ്റപ്പെടുത്തി പറയുകയാണോ? സത്യം പറയല്ലേ? ദൈവത്തിൻ്റെ
പ്രാഥമിക യോഗ്യത എന്താണ്? അവൻ മനുഷ്യന് മുമ്പേ ഉള്ളവനായിരിക്കണം, ആദ്യനായിരിക്കണം, ആൽഫയായിരിക്കണം, സ്വയംഭൂവായിരിക്കണം. ഒരു ദൈവത്തെ മനുഷ്യനുണ്ടാക്കുന്നു, അത് ദൈവമാണോ? ആ മനുഷ്യനല്ലേ ദൈവം? ഒരു മനുഷ്യൻ ഒരു ദൈവത്തെ ഉണ്ടാക്കുന്നെങ്കിൽ യഥാർത്ഥ ദൈവം ആരാണ്? ആ മനുഷ്യനാണ്. കാരണം ആ ദൈവത്തെ ഉണ്ടാക്കിയതാരാ? ആ മനുഷ്യനാ. തിരിച്ചല്ലേ സംഭവിക്കേണ്ടത്? മനുഷ്യനെ ഉണ്ടാക്കുന്നവനല്ലേ ദൈവം. എന്താ ചിന്തിക്കാത്തത് മനുഷ്യർ? ഇത്രയും വിദ്യാഭ്യാസമുള്ളവർ ഇങ്ങനെ ചതിക്കപ്പെടുന്നല്ലോ, വഞ്ചിക്കപ്പെടുന്നല്ലോ. നമ്മുടെ ദൈവമോ അനാദിയായുള്ള ദൈവം, യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവൻ, സകലത്തെയും ചമച്ചവൻ, പടച്ചവൻ. അബ്രഹാം ജനിക്കും മുമ്പേ ഞാനുണ്ട്. ഇത്ര നല്ല ദൈവത്തെ സേവിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരെ, നിങ്ങൾ എത്ര ഭാഗ്യമുള്ളവരാണ്! എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും. എൻ്റെ മാതാവിനോട് ഞാൻ നന്ദിയുള്ളവനാണ്. ഈ മാർഗത്തിൽ എത്തിച്ചതിന് ഞാൻ ആയിരുന്ന പ്രസ്ഥാനങ്ങളോട് ഞാൻ നന്ദിയുള്ളവനാണ്. അവിടെ ഒന്നും കാഴ്ചപ്പാട് കിട്ടിയില്ല. എങ്കിൽ പോലും ഈ സത്യദൈവത്തിൻ്റെ മാർഗത്തെ പറയുന്ന സ്ഥലങ്ങളിൽ എത്തപ്പെടാൻ എനിക്ക് ഭാഗ്യം കിട്ടിയല്ലോ. ഹല്ലേലൂയ. നന്ദി.